നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളിൽ ഒരാളാണ് താര കല്യാൺ. ടെലിവിഷൻ പരമ്പരകളിൽ നിരവധി ശ്രദ്ധേയ കഥാപാത്രങ്ങളെ താരം അവതരിപ്പിച്ചിട്ടുണ്ട്. സീരിയലുകളിൽ വില്ലത്തി റോളിലും കൂടുതലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള താര പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാകുന്നത് മകളോടൊപ്പമുള്ള ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ്. താര കല്യാണും കുടുംബം എന്ന സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. അഭിനേത്രി എന്നതിനേക്കാൾ ഉപരി നല്ലൊരു നർത്തകി കൂടിയാണ് താര കല്യാണിന്റെ അമ്മ സുബലക്ഷ്മിയും മകൾ സൗഭാഗ്യ വെങ്കടേഷും എല്ലാം ആരാധകരുടെ പ്രിയപ്പെട്ടവരാണ്. അടുത്തിടെയാണ് സുബ്ബു അമ്മ വിട പറഞ്ഞത്. ടിക്ടോക്ക് വീഡിയോകളിലൂടെയും മറ്റുമാണ് സൗഭാഗ്യ ശ്രദ്ധിക്കപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരകുടുംബവും സൗഭാഗ്യയുടേതാണ്. പലപ്പോഴും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുന്ന വീഡിയോയിലൂടെയാണ് നടി തന്റെ വിശേഷങ്ങൾ പറയാറുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു താര കല്യാണിന് ശബ്ദം നഷ്ടപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ഇപ്പോഴത്തെ തന്റെ സർജറി ദിവസത്തെക്കുറിച്ചുള്ള പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് താര കല്യാൺ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മകൾ സൗഭാഗ്യയാണ് താരയുടെ വീഡിയോയ്ക്ക് വോയിസ് നൽകുന്നത്. ഇപ്പോൾ സർജറി ദിവസത്തെ വീഡിയോയിൽ അമ്മയ്ക്ക് ബിപിയും ഷുഗറും ഒന്നുമില്ലായിരുന്നുവെന്ന് സൗഭാഗ്യ പറയുന്നു. രോഗത്തെക്കുറിച്ചും ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ ഡോക്ടർ വിശദമായി പറഞ്ഞു തന്നിരുന്നു എന്നും പറയുന്നുണ്ട്. ഭയങ്കര സ്ട്രെയിൻ ചെയ്താണ് അമ്മ ഇപ്പോൾ സംസാരിക്കുന്നത്. ഓരോ വാക്ക് പറഞ്ഞു കഴിയുമ്പോഴും അമ്മയ്ക്ക് നെഞ്ചുവേദന ഉണ്ടാവും. സാധാരണയായി സംസാരിക്കാൻ പറ്റില്ല. രാവിലെ 8 മണിക്ക് അമ്മയെ സർജറിക്ക് കൊണ്ടുപോയി. സിമ്പിൾ പ്രൊസീജിയറാണ്. 1 മണിക്കൂർ നേരമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ 7 മണിക്കൂറോളം ഒബ്സർവേഷനിൽ ഇരുന്നിട്ട് മാത്രമേ റൂമിലേക്ക് മാറ്റുകയുള്ളൂ. എല്ലാം ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി ഒരു വലിയ കടമ്പ കഴിഞ്ഞു എന്ന് വിശ്വസിക്കാനാണ് ആഗ്രഹം. ഇതൊരു പെർമനന്റ് പ്രൊസീജിയർ ആണ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 90% ആളുകളിലും ഇത് സക്സസ് ആവുമെന്ന് തന്നെയാണ്. ഒരു 10% ആളുകൾക്ക് മാത്രമാണ് ഈ സർജറി അത്ര എഫക്റ്റീവ് ആകാതെ പോകുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥന 10% വരരുത് എന്നാണ്. സൗണ്ട് തിരിച്ചു കിട്ടട്ടെ എന്നും സൗഭാഗ്യ പറയുന്നു. വോയിസ് ഡിസോർഡറായ സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന ആരോഗ്യ പ്രശ്നത്തെ തുടർന്നാണ് അമ്മയുടെ ശബ്ദം നഷ്ടപ്പെട്ടതെന്ന് സൗഭാഗ്യ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. വർഷങ്ങളായി അമ്മയുടെ ശബ്ദത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഗോയിറ്ററിന്റെ വളർച്ചയായിരിക്കും, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഡാൻസ് ടീച്ചറായി പാടുന്നതിന്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെയാണ് കരുതിയത്. ടെൻഷൻ വരുമ്പോഴും വഴക്കിടുമ്പോഴും ഒക്കെയാണ് ശബ്ദം പൂർണ്ണമായും അടഞ്ഞു പോകുന്നത്. പല ട്രീറ്റ്മെന്റുകൾ നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് തൈറോയിഡിന്റെ സർജറിയും ചെയ്തിരുന്നു. ഇപ്പോൾ ശരിക്കും എന്താണ് അമ്മയുടെ ശബ്ദത്തിന്റെ പ്രശ്നമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണിത്. തലച്ചോറിൽ നിന്നും വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അബ്നോർമൽ ആവുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണിത്. 3 തരത്തിലാണ് ഈ അവസ്ഥയുള്ളത്. അതിൽ അഡാക്ടർ എന്ന സ്റ്റേജിലാണ് അമ്മ ഇപ്പോൾ ഉള്ളത്. സംസാരിക്കുമ്പോൾ അമ്മ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലെ ഈസിയല്ല. തൊണ്ടയിൽ ആരോ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലുള്ള അവസ്ഥയാണ്. സ്ട്രെയിൻ ചെയ്യുന്നതോറും അത് കൂടി വരും. എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്നുമില്ല. ഇനി 3 ആഴ്ച കൂടെ കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടും. പക്ഷെ അത് തീർത്തും വ്യത്യസ്തമായിരിക്കുമെന്നും സൗഭാഗ്യ പറഞ്ഞിരുന്നു.